ഇറാനും US തമ്മിലുള്ള അവരുടെ യുദ്ധം അത് നമ്മൾ കണ്ടതാണ്. അത് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പ്രദേശത്തേക്ക്, അതായത് ഫർദോയിലേക്ക് അവർ മിസൈൽ അയക്കുന്നു. ദെൻ തിരിച്ച് ഇവിടുന്ന് നമ്മുടെ ഖത്തറിലെ US ബേസിലേക്ക് മിസൈൽ വീഴുന്നു. പെട്ടെന്ന് തന്നെ യുദ്ധം നിൽക്കുന്നു. അതിൽ എന്തെങ്കിലും ഒരു ഡ്രാമ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. 2, ഈ ഖമേനിയെ ഇസ്രയേലിലെ മൊസാദ് ചാരസംഘടന കണ്ടെത്തി എന്നും പറയുന്നുണ്ട്. ഈ പിന്നെ അദ്ദേഹം താടി വളർത്തി നമ്മളെ ദീക്ഷ വളർത്തിയ അപ്പൂപ്പനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൂപ്പനല്ല, ആള് ജഗജില്ലിയ. അപ്പോൾ ജഗജില്ലിയെ കണ്ടു എന്ന് പറഞ്ഞ് മൊസാദ് കണ്ടെത്തി എന്ന് പറഞ്ഞ് തട്ടണമെന്ന് തീരുമാനിച്ചാണ്. വേണ്ട നടേശ കൊല്ലണ്ട, ആര് പറഞ്ഞു? ട്രംപ് പറഞ്ഞു അല്ലേ, നടേശ ഇപ്പൊ കൊല്ലണ്ട, നീ തോളിലിങ്ങനെ ഇറുക്കി പിടിച്ചെന്ന് പറഞ്ഞു. അത് ഒരു നമ്പർ അല്ലേ എന്നൊരു സംശയമുണ്ട്. ഇത് അതായത് ഇവര് തമ്മിലുള്ള ഒരു നാടകം, ഒരു അന്തർധാര അല്ലേ, ട്രംപും ഖമനയും തമ്മിൽ. അതെ, ഒരു അന്തർധാര അല്ലേ. അതെ, കറക്റ്റ്. നമ്മുടെ സഖാക്കളുടെ ഭാഷയിൽ അല്ല. അപ്പം ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇവിടെ ഇറാനിൽ എയർ സ്ട്രൈക്ക് നടത്തി, ഫോർദോ നശിപ്പിച്ചു, അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ നശിപ്പിച്ചു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ അവരുടെ ഒരു സെനറ്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം, ശരിയാണ്, സെനറ്റർ ആയിട്ടുള്ള ഒരു മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ശരിക്കും യുദ്ധ അനുകൂല പ്രസ്താവനകൾ ഇറക്കുന്ന ഒരാളാണ് പൊതുവെ, യുദ്ധക്കൊതിയൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പോലും ഒരു വിജയിച്ചു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്, നമ്മൾ ദൗത്യത്തിൽ വിജയിച്ചു എന്നൊക്കെ. അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് വി മിസ്ഡ് സംതിങ്, അതായത് നമുക്ക് എന്തോ മിസ്സായി എന്ന് പറയുന്നു, നഷ്ടപ്പെട്ടു അല്ല, എന്തോ മിസ്ഡ് സംതിങ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് മിസ്സായെന്നുള്ള, അവരുടെ ടാർഗറ്റ് എത്തിച്ചില്ല, ലക്ഷ്യം കണ്ടില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് അവരുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞത്, അദ്ദേഹം ഇവിടെ വന്നിരുന്നേ, അതെ, വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞിരുന്നത് യുറാനിയം ഇനിയും അവിടെ കുറച്ച് അവശേഷിക്കാനുള്ള സാധ്യത ഉണ്ട്, പൂർണ്ണമായി നശിപ്പിച്ചു എന്ന ട്രംപിന്റെ വാദം ശരിവയ്ക്കുന്നതല്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ഫോർദോയിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവര് ഇത് ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തന്നെ. പക്ഷെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചേട്ടൻ അറിയാലോ, ഈ മാച്ച് ഫിക്സിംഗ് എന്ന പരിപാടി ക്രിക്കറ്റിലൊക്കെ, ഒത്തുകളി എന്ന് പറയും. അതായത് നമ്മൾ അതിന്റെ ഒരു അന്തിമ ഫലം എന്താണെന്നുള്ളത് ആദ്യമേ നിശ്ചയിക്കും, ക്യാച്ച് കൊടുക്കുക, പിടിച്ചു കൊടുക്കുക, വിക്കറ്റുകൾ വീഴുക, എപ്പോഴും കറക്റ്റ് ആയിട്ട് അതെല്ലാം ചെയ്തിട്ട് അവർ പിന്നീട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടന്നതായിട്ട് കാണിക്കുക. അപ്പൊ അത്തരത്തിലൊരു മാച്ച് ഫിക്സിംഗ് ഇതിൽ നടന്നോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഈ ആക്രമണത്തിൽ അല്ലെ, ഈ യുദ്ധത്തിൽ ഇവർ അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. അപ്പൊ അതില് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ പുറമെ എല്ലാവർക്കും, ഖമനയ്ക്കും ട്രംപിനും ഒക്കെ എല്ലാം സമാധാനമാണ് വേണ്ടത്. ഇപ്പൊ അവർ വലിയ സമാധാന പ്രിയക്കാരാണ് അല്ലേ. ഇപ്പൊ അവർക്ക് യുദ്ധം വേണ്ട, ഒന്നും വേണ്ട. അല്ല, അതിനൊരു കാരണം കൂടെ ഉണ്ട്, അത് വിജയ്ക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി നോബൽ പ്രൈസിന് പാകിസ്ഥാൻ നിർദ്ദേശിക്കാൻ പോവുകയാണ്. അതിന് പിറ്റേ ദിവസമാണ് ഇറാനിൽ അടിച്ചത് അല്ലെ, ട്രംപിന്. അപ്പോ എന്താ പറയാ, അപ്പം ഇത്തരത്തിൽ ഇവര് ഭയങ്കര ഒരു സമാധാന പ്രിയരൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ള നിലവിൽ മനസ്സിലാക്കണം. ഇപ്പോ അതായത് ഖത്തറിൽ ഇറാൻ ആക്രമിച്ചതിന് ശേഷമുള്ള, അതായത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഗൾഫ് കൺട്രീസ്, അവിടെ മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഇത്രയും രാജ്യങ്ങൾ വളരെ ധനിക രാജ്യങ്ങളാണ്, അവർ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു ഭയം കടന്നു കൂടിയിട്ടുണ്ട്. അതായത് ഖത്തറിൽ ഇറാൻ അവരുടെ മിസൈൽ തൊടുത്തു വിടാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾക്കും ഈ വിധി ഉണ്ടാകാം. അറബ് കൺട്രീസ് പേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സുന്നി ഷിയ എന്നുള്ള ഒരു വ്യത്യാസം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്, ഈ ഇറാനും മറ്റു രാജ്യങ്ങളും തമ്മിൽ. അപ്പം ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും ഇവരുടെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിർത്തി കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 5 മുസ്ലിം അല്ലെങ്കിൽ ആ ഗൾഫ് കൺട്രീസിന് അവരുടെ ഒരു മതത്തിനേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്കാണ്, രാജ്യസുരക്ഷയ്ക്കാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു അയൽക്കാരൻ, അതായത് എങ്ങനെയുള്ള അയൽക്കാരൻ, ആണവ ശേഷിയുള്ള ഒരു അയൽക്കാരൻ, അങ്ങനെ ഒരു അയൽക്കാരൻ അടുത്ത് നിൽക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ്? ഇറാൻ കൊണ്ട് ആണവ ബോംബ് ഇടും എന്നുള്ള പേടിയൊന്നും കൊണ്ടല്ല. പക്ഷേ ഇറാൻ അവരുടെ ആയുധങ്ങൾ ഹൂതികൾക്കും ഹിസ്ബുള്ളകൾക്കും നൽകുന്നുണ്ട്. ഇതൊരു അവരുടെ പ്രോക്സികളാണ്, അവരുടെ പോഷക സംവിധാനം. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കും. ഈ പ്രദേശത്താണ് ഇവരും ഉള്ളത്. അപ്പൊ ഇത് ഈ മരുഭൂമിയിൽ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. മരുഭൂമിയിൽ എല്ലാം ഒളിച്ചു വെക്കാൻ എളുപ്പമാണ്.
അത് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അത് എവിടെ നിന്നാണ് ഈ ആയുധം വന്നത്, എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, ഇത്തരം കാര്യങ്ങൾ ട്രേസ് ചെയ്യാനുള്ള പാടുണ്ട്. അപ്പം ഇറാൻ ഇപ്പം വിജയം കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഇറാൻ നമ്മൾ അമേരിക്കയും ഇസ്രയേലിനെ അടിച്ചു തോപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഇപ്പം നമുക്കറിയാലോ ചേട്ടാ, ഇപ്പോൾ ഡിജിറ്റൽ വാർഫെയറിന്റെ ഒരു കാലഘട്ടം കൂടെയാണ്. അതായത് നമ്മൾ ഈ യുദ്ധം നടക്കുന്നത് ഈ പടക്കളത്തിൽ മാത്രമല്ല, ബാറ്റിൽ ഫീൽഡിൽ മാത്രമല്ല, അത് നമ്മൾ പറയുക സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടറുകളിൽ, സോഷ്യൽ മീഡിയയിലും പിന്നെ ഇന്റർനെറ്റിലും അതിന്റെ ഒരു ബാക്കി പത്രം നടക്കാറുണ്ട്. അവിടെ ആര് പറഞ്ഞു ജയിക്കുന്നു എന്നുള്ളൊരിതും കൂടെ ഉണ്ട്. നമുക്ക് വാക്ക് തർക്കം ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തൊക്കെ വാക്ക് പൈറ്റ് എന്ന് പറയും. അതെ. അപ്പോൾ ഇറാൻ അവകാശപ്പെടുന്ന പോലെ അവർ ഈ ആണവ സമ്പുഷ്ടീകരണം, യുറാനിയം സമ്പുഷ്ടീകരണപ്പെട്ട യുറാനിയം അവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാവാനുള്ള സാധ്യത. അയ്യെ പറ്റിച്ചേ എന്ന്. കാരണം 2 ആഴ്ച നിന്നെ അടിക്കണോ വേണ്ടേ എന്നുള്ള 2 ആഴ്ച ഞാൻ നോക്കിയിട്ടേക്ക് ഇവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമോ, എന്തായാലും മാറ്റിയിട്ടുണ്ടായിരിക്കും. പൊട്ടന്മാരൊന്നുമല്ലല്ലോ, മതപ്പൊട്ടന്മാരാണ്, പക്ഷെ പൊട്ടന്മാരല്ല. അപ്പൊ അവന്മാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അമേരിക്ക ആ സമയത്ത് ഈ അടിക്കുന്നതിന് മുന്നേ ഇവന്മാർ അമേരിക്ക മറ്റേ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ട്രംപിന് കുറച്ച് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ഏജൻസിക്ക് പോലും അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിക്ക് പോലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. കാരണം ഇത് അവർ മാറ്റിയതിനു ശേഷമാണ് അവിടെ അറിഞ്ഞില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പൂർണ്ണമായിട്ടും അവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്തായാലും അവരുടെ പദ്ധതികൾ ഒരു 10 വർഷമെങ്കിലും പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടിട്ടില്ല, ട്രംപ് അവകാശപ്പെടുന്ന പോലെ. അപ്പോൾ ഈ സമയത്ത് ഇറാൻ ഒരു സ്മാർട്ട് ഗെയിം കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ചിട്ടുണ്ട്. നല്ലൊരു ഗെയിം തന്നെയാണ് കളിച്ചത്. മാറ്റിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതെ, മാക്സാർ പോലുള്ള സാറ്റലൈറ്റുകളുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം വന്നിട്ടുണ്ട്. അവിടെ ട്രക്കുകളും മറ്റും കൂടുതൽ വരുന്നതായിട്ടും ആ സമയത്ത് അതായത് അവിടെ ഇത് മാറ്റുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം, എന്തിനാണെങ്കിലും. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യ നേതാക്കന്മാർ പ്രൊവോക്ഡ് ആവാൻ പാടില്ല. അവർ ഒരിക്കലും പ്രലോഭിതരാകാൻ പാടില്ല, പ്രകോപിതരാകാൻ പാടില്ല. അത് പുടിൻ ഈയിടയ്ക്ക് തെളിയിച്ചൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈൻ ഒരു ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അപ്പൊ അത് ഈ റഷ്യയുടെ അകത്ത് കയറി അടിക്കുക പ്ലാൻ എന്നാ പറയുന്നത്. പക്ഷെ അപ്പൊ എല്ലാരും പ്രതീക്ഷിച്ചു പുടിൻ ആണവ ബോംബ് എടുത്തിടുമെന്ന് വിചാരിച്ചു. പുടിൻ അത് ചെയ്തില്ല, വീഴുന്നില്ല. കാരണം പുടിൻ അറിയാം അത് ചെയ്ത് ഇതൊരു ട്രാപ്പ് ആണെന്ന്. മറ്റ് ഫ്രാൻസ് തുടങ്ങിയുള്ള കൺട്രീസ് ആണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത് പുടിൻ അറിയാം ഇത് ട്രാപ്പ് ആണെന്നുള്ള കാര്യം. ട്രോജൻ ഹോഴ്സ് എന്ന് പറയും, അതായത് പൊള്ളയായിട്ടുള്ള തടിക്കുതിര. ഇതിലാണ് പണ്ട് ട്രോയ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ ഗ്രീക്കുകാർ കയറിയിരുന്നത്, ഇതിലൂടെ ഈ പൊള്ളയായിട്ടുള്ള കുതിര വഴി. അപ്പൊ അതിന് ട്രോജൻ ഹോഴ്സ് എന്ന് പറയും. അപ്പം നാറ്റോ സൈന്യത്തിന് ഇവിടെ കയറാനുള്ള ഒരു എൻട്രി ആയിട്ട് മാറും പുടിൻ ആണവ ആയുധം ഉപയോഗിച്ച് കയറി കളിക്കാൻ. പുടിൻ അതിൽ വീണില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തവണയാണെങ്കിലും ഇത് നമ്മളെ ഖമനേയി ആക്രമിച്ചപ്പോഴാണെങ്കിലും അമേരിക്കയെ പ്രകോപിപ്പിക്കാത്ത രീതിയിലാണ് ആക്രമിച്ചിരിക്കുന്നത്. നാട്ടുകാരെ നമ്മൾ ഇന്നലെ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞല്ലോ, പാകിസ്ഥാൻകാർക്ക് അവരെ ജനങ്ങളെ കണ്ണിപ്പൊടിയുടെ ഇന്ത്യ അടിക്കും എന്നൊക്കെ മറ്റേ ആൾ ഇവിടെ അസീം മുനീറിക്ക പറഞ്ഞ പോലെ കമനേയിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് കമനേയി അല്ല, അവിടുത്തെ മതപുരോഹിതനാണ് പറഞ്ഞത്. അപ്പൊ ഇസ്രായേലിന്റെയും ഇറാന്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെറിയൊരു ഒരു രാജ്യമാണ്. അവിടെ ഈ വളരെ ചെറിയ ഭൂപ്രദേശമാണ് ഉള്ളത്. അവിടെ ഇറാന്റെ 100-ൽ 1 മിസൈൽ വന്ന് വീണാൽ തന്നെ അത് വലിയ നാശം ഉണ്ടാക്കും. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല. ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. അവർക്ക് അവിടെ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഈ മിസൈൽ അവരുടെ ബേസസ് മാറ്റാനും അവരുടെ മറ്റ് സഞ്ചാരങ്ങളും എല്ലാം അവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഇതിൽ അപ്പോൾ ഇതിൽ റിയൽ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഈ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മൈൻഡ് സെറ്റാണ്. അതായത് ട്രംപിനും നെതന്യാഹുവിനും ഉള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഈ ഖമനേയിയുടെ മൈൻഡ് സെറ്റാണ്. അതായത് ഖമനേയി എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഒന്നും പറഞ്ഞ് നമുക്ക് അവരെ പേടിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അമേരിക്ക അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് മതം അവർ വിശ്വസിക്കും. അതെ, അവരൊരു ചാവേർ ആക്രമണം നടത്തിയ പോലെ അതുപോലെ അവരുടെ സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. അപ്പൊ ഇതില്
ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് സൈഡിൽ നിന്നും അവർക്ക് ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇടുന്നുണ്ട്. ഇസ്രായേൽ ഒരു പക്ഷേ നാളെ ഖമനയെ വധിച്ചേക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ഇന്ത്യ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ്, മിഡിൽ ഈസ്റ്റ് നാടകം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മതത്തിന് മുകളിൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇത്തരം വികാരങ്ങൾ, ചീപ്പായിട്ടുള്ള വികാരങ്ങളിൽ വീഴാതിരിക്കുക, അടിമയാകാതിരിക്കുക. അതെ.